ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യമായിട്ടും കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? കർത്താവ് വരും 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 വരുമെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വരും എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ ഉണ്ട്? എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. രണ്ടാം വരവിനെക്കുറിച്ച് 5 ദിവസത്തെ ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തത്. 1.5 മണിക്കൂർ സമയം പ്രസംഗിക്കും. കൃത്യം 1.5 മണിക്കൂറാകുമ്പോൾ അദ്ദേഹം നിർത്തും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു സംഭവമാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, എടോ, തൻ്റെ അപ്പൻ കർത്താവ് വീണ്ടും വരും വീണ്ടും വരുമെന്ന് പ്രസംഗിച്ചു, അദ്ദേഹം മരിച്ചുപോയി, കർത്താവ് വന്നില്ല. താനും ഇപ്പോൾ പ്രസംഗിക്കുന്നു, കർത്താവ് വീണ്ടും വരുമെന്ന്. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു, കർത്താവ് വന്നില്ല. ഇനി തൻ്റെ മകനും ഇത് തന്നെ പ്രസംഗിക്കും, പക്ഷേ കർത്താവ് വരാനായിട്ട് പോകുന്നില്ല. നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് പറയുന്നു. എല്ലാ ആരാധനയ്ക്കും നമ്മൾ പറയുന്ന ഒരു പ്രമാണമുണ്ട്, നിത്യ വിശ്വാസ പ്രമാണം. അതിനകത്ത് ഒരു വാചകമാണ്, അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. നമ്മളെല്ലാ ആക്ഷേപം പറയുന്ന കാര്യമാണ്, അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ. ഈ ജീവനുള്ളവരെ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ മരിച്ചവരെ ന്യായം വിധിക്കുന്ന എങ്ങനെ? എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വീണ്ടും വരവിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. പിന്നെന്താ പറയുന്നേ? നിന്റെ രാജ്യം. അതെന്തോ ഈ സാധനം? നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏകചക്രാധിപതിയായിട്ട് കർത്താവായ യേശുക്രിസ്തു ഭരിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു. ഇതൊരു ആത്മീയ രാജ്യമായിട്ട് നിങ്ങൾ കാണരുത്. ആക്ഷരികമായിട്ട് യേശുക്രിസ്തു യെരൂശലേം കേന്ദ്രമാക്കി തന്റെ സിംഹാസനം വെച്ചുകൊണ്ട് ഈ ലോകം അടക്കി ഭരിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുമ്പോൾ ഇതൊക്കെ ആത്മീയമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു. അതാ നമ്മൾ നിത്യാവിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്, അവൻ്റെ രാജ്യം അവസാനം ഉണ്ടാകയില്ല എന്ന് പറയുന്നു. ഇത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ കുറിച്ചു വെച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ആരാധനയിൽ പറയുന്ന ഒരു വാക്കമുണ്ട്, ആമേൻ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. പിന്നെ എന്നാ നിങ്ങൾ പറയുന്നേ? നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ആരെങ്കിലും ഇതെന്തെങ്കിലും എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? അതിലെഴുതി വെച്ചിട്ടുണ്ട്, ആരാധനക്രമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പോരാ, അടുത്ത പേജിൽ എഴുതിയിരിക്കുന്നതാണ്, അവൻ കൽപ്പിച്ച പ്രകാരം. വിശുദ്ധ സംസർഗത്തിൻ്റെ സമയത്ത്, കമ്മ്യൂണിയൻ്റെ സമയത്ത്, അവൻ വരുവോളം, കേട്ടോ, അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസനായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. അവൻ വരുവോളം. വേദപുസ്തകത്തിൽ ഒത്തിരി 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 ഭാഗങ്ങളത് പറയുന്നു. ഇങ്ങനെ കഴിയുന്നിടത്തോളം ഓർഡർ അനുസരിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ.
ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കാൻ വായിച്ചു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾ ചുമക്കുവാൻ ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ചും രണ്ടാം വരവിനെ കുറിച്ചും ഒരുപോലെ പ്രസ്താവിക്കുന്ന വാക്യമാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. ശ്രദ്ധിച്ച് കേട്ടോണം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുക. ഇന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ച് പൊളിച്ചടുക്കി ജീവിക്കണം, ആസ്വദിക്കണം ജീവിതം, പിന്നെ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ പറയുന്നത്. പക്ഷെ മരിച്ചു കഴിഞ്ഞാലാ പിന്നെ കുഴപ്പം കേട്ടോ. നിങ്ങൾ വിചാരിക്കും മരണം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ദൈവവചനം പറയുന്നില്ല. ഇത് ദൈവവചനമായതുകൊണ്ട് അത് തെറ്റല്ല. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഒരിക്കൽ മരണം, അത് കഴിഞ്ഞ് പിന്നെ ന്യായവിധി. മരിച്ചവർക്ക് ന്യായവിധി ഉണ്ട് കേട്ടോ. അത് ഈ കർത്താവിൻ്റെ ന്യായവിധിയെക്കുറിച്ച് വേറൊരു ക്ലാസ്സാണ്. ദൈവം അനുവദിച്ചാൽ അത് പിന്നീടൊക്കെ പറയും. ഇപ്പം അവർ പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം പറയാൻ സമയം കിട്ടത്തില്ല. എന്നാൽ ഓർത്താൽ മതി, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ കർത്താവ് വരും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇതാ ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് പറയാൻ പോയ പിന്നെ അത് 1 മണിക്കൂറൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾ ചുമക്കുവാൻ ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടു. കർത്താവ് ഒരിക്കൽ വന്നു, അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ അവൻ അർപ്പിക്കപ്പെട്ടു. അതാണ് ഈ വലിയ വെള്ളിയാഴ്ച നടന്ന കാര്യം. അതിനെക്കുറിച്ചുള്ള മൊഴികളാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എല്ലാരെയും ഒന്നും പൊക്കത്തില്ല കേട്ടോ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ, ബാക്കിയല്ല, രക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഒരുക്കം വരും. കർത്താവേ, നീ ഇന്ന് വന്നാൽ നിന്റെ കൂടെ ഞാൻ എടുക്കപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടി അവന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞാൽ, പണ്ട് പാപത്തോടുകൂടി വന്നെന്നല്ല പറഞ്ഞേ, പാപികൾക്ക് വേണ്ടിയാണ് അവൻ വന്നത്. അവൻ്റെ രണ്ടാമത് അവൻ വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും. ഈ വാക്യത്തിലാണ് വേദപുസ്തകത്തിൽ ഒന്നാം വരവിനെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചും ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന വാക്യമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഈ രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ ഒരൊന്നാം വരവുണ്ട്, അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ രണ്ടാം വരവ് എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ടാം ലോകമഹായുദ്ധം എന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ പഠിച്ചു കാണുമായിരിക്കും അല്ലേ? ഈ രണ്ടാം ലോകമഹായുദ്ധം എന്ന് പഠിക്കണമെങ്കിൽ അതിന് മുമ്പൊരു മഹായുദ്ധം ഉണ്ടായിട്ടുണ്ടല്ലേ? അതേതാ? ഒന്നാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് വരെ ഒന്നാം ലോക മഹായുദ്ധം എന്ന് ആരും പറഞ്ഞിട്ടില്ല. മഹായുദ്ധം എന്ന് ഒരുപക്ഷെ പറഞ്ഞു കാണുമായിരിക്കും. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായതിന് ശേഷമാണ് പറയുന്നത് അത് ഒന്നാം ലോക മഹായുദ്ധം, ഇത് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ കർത്താവ് ഒരിക്കൽ വന്നു, അവൻ വീണ്ടും വരുമെന്ന് ദൈവവചനം പറയുന്നത് കൊണ്ടാണ് അവൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അവൻ വീണ്ടും വരുന്നു, അതിനെയാണ് രണ്ടാം വരവ് എന്ന് പറയുന്നത്. നമ്മളെ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ
അതിനെ പഴയ നിയമവും പുതിയ നിയമവും 4 ഭാഗങ്ങളായിട്ടാണ് പ്രത്യേകമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ ആദ്യത്തെ 5 അധ്യായങ്ങൾ, അതിനെ പെന്റാട്ടക് അല്ലെങ്കിൽ തോറ എന്നാ പറയുന്നത്, മോശയുടെ 5 പുസ്തകങ്ങൾ. 5 പുസ്തകങ്ങളാണ്: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇത് മോശ എഴുതിയെന്നാണ് വിശ്വസിക്കുന്നത്, തോറ എന്ന് പറയും. അതുപോലെ തുടർന്ന് വരുന്ന 12 ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീടുള്ള 5 കവിതകളാണ്, പദ്യങ്ങളാണ്. ഇയ്യോബ്, സങ്കീർത്തനം, സദൃശ്യവാക്യം, ഉത്തമഗീതം, വിലാപങ്ങൾ. ഇതൊക്കെ അല്ലെങ്കിൽ പദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ. പഴയ നിയമത്തിൽ 17 പ്രവചന ഗ്രന്ഥങ്ങൾ, പ്രവചനമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വരുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചാണ് വേദപുസ്തകം കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. 19 പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ പ്രവചന ഗ്രന്ഥങ്ങളായിട്ട് ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്, ഗോസ്പൽ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഒരു പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ, ചരിത്ര പുസ്തകമാണ്. എന്നാൽ 21 ലേഖനങ്ങളാണ്. ഇതൊക്കെ നമുക്കറിയാം. പുതിയ നിയമത്തിൽ ഒരൊറ്റ പുസ്തകമാണ് പ്രവചന പുസ്തകമായിട്ടുള്ളത്, അത് വെളിപ്പാട് പുസ്തകമാണ്. പഴയ നിയമത്തിൽ 17 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഒരു പുസ്തകവും പ്രവചന ഗ്രന്ഥങ്ങളായിട്ടുണ്ട്. 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിൽ 18 പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ് എന്ന് നമ്മൾ മറന്നുപോകും. കർത്താവിൻ്റെ 1-ാം വരവിനെ കുറിച്ച് 300-ലധികം പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ എല്ലാ പ്രവചനവും അക്ഷരികമായിട്ട് നിറവേറി കർത്താവിൻ്റെ 1-ാം വരവിൽ. എന്നാൽ അവൻ്റെ 2-ാം വരവിനെ കുറിച്ച് അതിൻ്റെ ഇരട്ടിയിൽ അധികം പ്രവചനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. 1-ാം വരവിൽ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ എല്ലാം നിവൃത്തിയായിട്ടുണ്ട് എങ്കിൽ 2-ാം വരവിനെ കുറിച്ച് അതിൻ്റെ ഇരട്ടിയിൽ അധികം പ്രവചനങ്ങൾ, 600-ലധികം പ്രവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് എങ്കിൽ ആശ്ചര്യമായി ഇതെല്ലാം നിറവേറുമെന്ന് കണ്ണുമടച്ച് നമുക്ക് വിശ്വസിക്കാം. ഒരാള് പറഞ്ഞത് ഇങ്ങനെയാണ്: വേദപുസ്തകം നമ്മൾ സസൂക്ഷ്മമായി പരിശോധിച്ചാൽ ഓരോ 25 വാക്യങ്ങളിലും കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ളതായ ഒരു പ്രതിപാദ്യമുണ്ട്. ഞാനത് വായിച്ചു. ഓരോ 25 വാക്യങ്ങൾ എടുക്കുമ്പോഴും കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ ഉണ്ട്. ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അറിയാതെ ചിരി വന്നുപോയി. ഇന്ത്യയിലല്ല, പടിഞ്ഞാറൻ രാജ്യത്തിലുള്ള ഒരു സഭയിൽ 36% അച്ഛന്മാർ, പട്ടക്കാർ, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോണം. 36% അച്ഛന്മാർ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ 36% പോയിട്ട് ബാക്കി എത്ര ശതമാനമുണ്ട്? ഇയാൾക്ക് കണക്കൊന്നും അറിയാൻ മേല, ഇന്നലെ എവിടെ വന്ന് പ്രസംഗിക്കുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചോദ്യം. നിങ്ങളൊന്ന് കണക്കൂട്ടി ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. 36% വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എത്ര ശതമാനമുണ്ട്? 100% എന്നൊക്കെ പറഞ്ഞാൽ 100 കേട്ടോ, 100% എന്നൊക്കെ പറയുന്നത്. 100-ൽ നിന്ന് 36 കുറച്ചാൽ 64% ആളുകൾ അത് വരുമെന്നോ വരുന്നില്ല എന്നോ ഭാഗികമായിട്ടൊക്കെ വിശ്വസിക്കുന്നവർ കാണും, വിശ്വസിക്കാത്തവരും കാണും. സുവിശേഷ വേലക്കാരൻ, പട്ടക്കാരെ കേട്ടോ, സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരുടെ കാര്യമായി പറഞ്ഞത്. ഇത് വായിച്ചപ്പോഴാണ് ഞാൻ അറിയാതെ ഇരുന്നൊക്കെ ചിരിച്ചുപോയി. കുർബാന എടുക്കും, പ്രസംഗിക്കും, ഇതെല്ലാം ചെയ്യും കേട്ടോ. പക്ഷെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന 36% പേരേ ഉള്ളൂ. ബാക്കി 64% പേര് സംശയിക്കുന്നവരാണ്. വരുമോ?
ചിലപ്പോൾ വരുമായിരിക്കും. നമ്മളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഏത് കൂട്ടത്തിലാണ് വരുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഉറപ്പില്ല കർത്താവ് വരുമെന്ന് ഉറപ്പൊന്നുമില്ല. ദൈവവചനം അതുപോലെ വിശ്വസിക്കാനൊന്നും ആരും തയ്യാറാകുന്നൊന്നുമില്ല. ഇതൊക്കെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ നാളെയോ മറ്റന്നാളോ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ എല്ലാം കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങ് ടച്ച് ചെയ്ത് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ ദിവസങ്ങളിൽ രണ്ടാം വരവിനെ കുറിച്ച് അധികം പ്രസംഗങ്ങളില്ല, പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിൽ. പണ്ട് ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയുമായിരിക്കും രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഒന്നാം വരവ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. നമ്മളിവിടെ വായിച്ചു, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾ ചുമക്കുവാനായിട്ടാണ് കർത്താവ് ഒന്നാമത്തെ വന്നത്. 2 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ആരും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കുവാനായിട്ടാണ് കർത്താവ് ഒന്നാമതായിട്ട് വന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അത് നമ്മളെ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ, I am the way, the truth and the life. No one comes to the Father but through me. പിള്ളേർക്കൊക്കെ അറിയാം എന്നേക്കാൾ കൂടുതൽ. നമ്മൾ ഈ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എ ആൻഡ് പിന്നെ തന്നെ ഒരു സാധനം ഉണ്ടല്ലോ മോളെ, ഏതാ എ ആൻഡ്? എൻ്റെ ദൈവമേ, ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ വെറുതെ ചോദിക്കുന്നേ? ദി ഇല്ലേ ആർട്ടിക്കിൾ? എ ആനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. ബി എന്ന് പറഞ്ഞാൽ ഐ ആം എ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയാണ്, ഞാൻ വേറെ വഴി ഉണ്ട്. എന്നാൽ ഐ ആം ദ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no other way, വേറെ വഴി ഇല്ല. That is the definite article. I am the way. ഞാൻ തന്നെയാകുന്നു വഴി, വേറെ വഴിയില്ല. I am the truth, വേറെ സത്യമില്ല, ഞാൻ തന്നെയാകുന്നു സത്യം. I am the life, no one comes to the Father but through me എന്ന് പറഞ്ഞാൽ വേറെ ജീവനില്ല. വഴി ഞാനാകുന്നു, സത്യം ഞാനാകുന്നു, ജീവൻ ഞാനാകുന്നു, വേറെ യാതൊരു മാർഗവുമില്ല. ഇവിടെ പോട്ടയിലെ ധ്യാനത്തിൽ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അത് അറിയാമോ എന്നറിയത്തില്ല. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അറിയത്തില്ലേ? അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്, മറ്റൊരുവരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നിങ്ങളങ്ങ് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളും പറയും അതൊക്കെ ശരിയാണെന്ന് പറയും. ശരിയായിരിക്കും, നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ചിന്തയിലും ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതിലേക്കൂടെ പോയാൽ നമുക്ക് രക്ഷ കിട്ടുമായിരിക്കാം. പക്ഷെ ദൈവവചനം പറയുന്നുണ്ട് മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു ക്രിസ്തു എന്ന ഒരേ ഒരു നാമം മാത്രം. അതുകൊണ്ടാണ് മക്കളെ ഈ പ്രസംഗിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ഒരാത്മാവിൻ്റെ വില ലോകത്തേക്കാൾ വലുത് ആയതുകൊണ്ടാണ്. ഇതിനൊക്കെ വേണ്ടിയാണ് കർത്താവ് ഒന്നാമത് വന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭാഗ്യം എന്തുവാ? ക്രൂശി നശിച്ചു പോകുന്നവർക്ക്
ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ഇമ്പാക്റ്റാണ് ക്രൂശിന്റെ വചനത്തിലുള്ളത്. രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാകുന്നു. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്.